എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വന്നത് എന്തിനാ അറിയോ, നിങ്ങൾ വ്ളോഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ 2000 സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമായില്ലേ? കുറച്ച് ദിവസമായില്ലേ? മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മാസമാണ്. ഞാൻ 2026 തുടങ്ങിയിട്ടുള്ളൂ. വ്ളോഗ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്താ വ്ളോഗിൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്നോ ഒന്നുമല്ല, നമ്മളെ ഓഡിയോ ക്വാളിറ്റി ഉണ്ടോ. ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ നിന്ന് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വ്യൂസിന് ഇനിയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇങ്ങനെ വറക്കും ട്രൈപ്പോഡ് അടിപൊളിയായി വരും, ഉഷാറായി വരും. അപ്പോൾ ഞാൻ കുറേ ദിവസം ആഗ്രഹിച്ച് എനിക്കൊരു മൈക്ക് കിട്ടിയാൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. എന്തോ ഇതിൻ്റെ പേരൊന്ന് നീ പറഞ്ഞു കൊടുക്ക്. ഇതാണ് ബോയ M1 എന്നാണ് മൈക്കിൻ്റെ പേര് അല്ലേ? മൈക്ക് ഇത് കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് തന്നെയാണ്. പിന്നെ അതുമാത്രം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ മൈക്ക് കൊണ്ട് തന്നെ കേട്ടോ, ഇത് എൻ്റെ കയ്യിലുള്ള മൈക്ക്. ഇതാണ് മൈക്ക് കിട്ടും. സാധനം ഇതല്ലേ? ഇതാ ഇവിടെ സ്വിച്ച് ഉണ്ട്, സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വായയിൽ ബബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വെച്ചാൽ കുറച്ച് പേപ്പറൊക്കെ നീ അവിടെ കാണിക്കേ. അടുത്ത് കാണിക്കേ. ഞാൻ തുറന്നു. ഇവിടെ ക്യാമറേൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറയ്ക്ക് ആവശ്യമുള്ളവർ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാം. പിന്നെ മൊബൈൽ യൂസ് ചെയ്യണവർക്ക് മൊബൈൽ യൂസ് ചെയ്ത് താഴേക്ക് മേൽക്കാക്കിയാൽ മതി. താഴേക്കാണെങ്കിൽ മൊബൈലിന് മേലേക്ക് ക്യാമറയിൽ ബാറ്ററി ഇടണം. ഞാൻ വെച്ച് ഫസ്റ്റ് കടയിൽ നിന്ന് മേടിച്ചു ഞാൻ വെച്ച് ബാറ്ററി ഇടണമെന്ന് വിചാരിച്ച് വേറെ ബാറ്ററി മേടിച്ചു. അതിന് എത്ര ഓൺലൈനിലല്ല, വേറെ കടയിൽ നിന്ന് മേടിച്ചു. അതിന് എത്ര ഒരു 40 രൂപ ഉണ്ടാവില്ലേ? ഒരു ബാറ്ററിക്ക് 40. മൈക്കുണ്ടല്ലോ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം അറിയാം. ഒരു ബാറ്ററിക്ക് 40 മേടിച്ചിട്ട് ഞാൻ ഇതിലിട്ട് ഞാൻ വെച്ച് ബാറ്ററി ഉണ്ടെങ്കിൽ ഇത് വർക്കാവുള്ളൂ ചോദിച്ച്. എന്നിട്ട് ഇതിലിട്ടിട്ട് പിന്നെ 2-3 ദിവസമല്ല ഞാൻ മേടിച്ചിട്ട് എത്ര 4 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ? 5 ഒരാഴ്ച 4 ദിവസം ക്ലിയർ ആയിട്ട് അറിയില്ലല്ലേ? 4 ദിവസമായിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ ആയിട്ട് എന്തായാലും അറിയില്ലല്ലേ? 4 ദിവസം ഉറപ്പ്. മേടിച്ചിട്ട് 4 ദിവസം അയക്കണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനെപ്പറ്റി എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ കണ്ണ് പെട്ടത് ഇതിന് ബാറ്ററീൻ്റെ ആവശ്യമില്ലാന്ന്. അന്ന് നമ്മൾ വെറുതെ 40 രൂപയ്ക്ക് ബാറ്ററി അടിച്ച്. ബാറ്ററീൻ്റെ ആവശ്യമില്ല ഇതിന്. ഇത് ക്യാമറ അല്ലേ? ഇത് ക്യാമറയ്ക്കുള്ള മാത്രം ക്യാമറേൻ്റെ സ്വിച്ചും കൊണ്ടാക്കില്ല. ക്യാമറേൻ്റെ ഒരു സ്വിച്ച് പോലെ ഉണ്ട്. അത് മേലോട്ട് ആക്കുമ്പോഴാണ് ക്യാമറയ്ക്കുള്ള ആവുക. അപ്പോൾ അതിനാണ് ബാറ്ററി വേണ്ടത്. നമ്മൾ വെറുതെ ബാറ്ററി മേടിച്ച് ഇതിലിട്ടിക്കണ്. നാളെ നമുക്ക് ബാറ്ററി ഊരിയിട്ട് നോക്കണം. ഇപ്പം നോക്കണ്ട. എടാ പൊട്ട, ഈ മൈക്കിൽ ഇപ്പോൾ വർത്തന പറഞ്ഞോണ്ടിരിക്കണേ. ഇതിൽ ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതില്ലേ ബാറ്ററി ഇടാൻ എങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ കറക്കിയിട്ട് മേലേക്ക് ആക്കുക. ഇതിങ്ങനെ കറക്കിയിട്ട് മേലേക്ക് ആക്കിയിട്ട് അവിടെ തുണി പോലെ ഉണ്ടായിരുന്നു. ബാറ്ററി ഊരാനും പറ്റും. പിന്നെ സിമ്പിളായിട്ട് ഇടാനും ഊരാൻ സിമ്പിളായിട്ട് ഒരു തുണി പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് 2-3 ദിവസമായി. മൈക്കൊക്കെ എനിക്കിനി കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ എനിക്ക് പഠിക്കാനുണ്ട്. ട്രൈപ്പോഡ് മേടിച്ചപ്പോൾ അതേപോലെ തന്നെ ആദ്യം അങ്ങനെയല്ലേ, ഫസ്റ്റ് പിടിക്കും, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ക്യാമറ ഒക്കെ ഇങ്ങനെ വിറക്കി കിടക്കി കയ്യോ ഇങ്ങനെ വിറയ്ക്കും. പിന്നെ എനിക്ക് മൈക്കും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഇല്ല എന്തോ അതാണ് എനിക്ക് എൻ്റെ വ്ളോഗിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെയൊക്കെ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവനടുത്ത് എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കണോ, വേറെ എന്തെങ്കിലും ചോദിക്കണോ? സംഭവം അത് മാത്രമല്ല, മൂപ്പര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണ്. ഏതാ പറഞ്ഞു കൊടുക്ക്? ഫ്രീ ഫയറിൻ്റെ അല്ലേ? ഫ്രീ ഫയറിൻ്റെ യൂട്യൂബ് ചാനല്. അതിൽ ഓരോ ഗെയിം പ്ലേ, റൂം കളിക്കണേ, BR പുഷ്, CS പുഷ് ആക്കണൊക്കെ ഉണ്ടാവും. CS റാങ്ക് പുഷാക്കണേ, അങ്ങനത്തെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണേ. തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. എല്ലാം അടിപൊളിയായി വരും, ഉഷാറായി വരും. ഓക്കെ, ഞാനൊക്കെ ഉണ്ട് ഇവിടെ. എന്താണ് ചോദിച്ചാൽ
നമ്മളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? ആ. അത്രേ ഉള്ളൂ, നമ്മളൊക്കെ ഉണ്ട് ഇവിടെ. എന്താണ് ഈ ചോദിച്ചത്? എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ഇവനും പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ വ്ളോഗ് പണിയായിട്ട് കുറേ ദിവസം കഴിഞ്ഞില്ലേ, അപ്പോൾ എനിക്കറിയണ ഇത് എനിക്ക് എന്ത് അറിഞ്ഞോ അതൊക്കെ ഞാൻ ഇവനും ഷെയർ ചെയ്ത് കൊടുക്കും. ഷെയർ കൊടുക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും അല്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതിൻ്റെ ഒപ്പം ഇതെന്താ കെയറിങ് എന്താ പറയുമല്ലോ, കേസ് അല്ല, കെയറിങ് ബാഗ് അല്ലേ. ഈ മൈക്ക് എങ്ങോട്ടെങ്കിലും ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ. ബോയാന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, ബോയ. ഇതാ ലെതറിൻ്റെ. ഇത് തുറക്കാൻ പറ്റും, അടയ്ക്കാൻ പറ്റും. ഇന്ന് വലിച്ച് തുറന്നു കൊടുക്കുക, അവിടെ നിന്ന് അടച്ചു കൊടുക്ക്. കണുണ്ടാവുക അതിൽ. സംഭവം ഇതെൻ്റെ ക്യാമറയ്ക്ക് ആക്കാൻ പറ്റും. ക്യാമറയ്ക്കല്ല, എൻ്റെ മൊബൈലിൽ ആക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മൊബൈലിൻ്റെ മറ്റേ iPhone 7+ അല്ലേ, iPhone 7+, അതിൻ്റെ കുത്തുന്ന ഭാഗത്തുണ്ടല്ലോ, ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പിന്ന് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഊരിക്കഴിഞ്ഞാൽ എൻ്റെ ഇത് കട്ടാവും, എൻ്റെ വോയിസ് ഇവിടുന്ന് മാറിപ്പോകും, മൊബൈൽ ആയിപ്പോകും. ഇതാ ഈ ബോയേൻ്റെ ഈ തന്നെ ഉണ്ട്, ഇതാ കണ്ടോ, ഈ പിന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ കുത്താൻ പറ്റില്ല. അത് മാത്രം ഞാൻ കുത്താൻ പറ്റില്ല വെച്ചാൽ മറ്റേ വേറൊരു അഡാപ്റ്റർ, വേറെ എന്തോ ഒരു സാധനമുണ്ട്, ഒരു ഐഫോണിൻ്റെ ലൈറ്റ്നിങ്ങിൻ്റെയും പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള ഇതൊന്നുണ്ട്. ഇത് എവിടെ എടുത്താ, അതാണോ അതല്ല, അത് ഉണ്ടായിരുന്നല്ലോ അവിടെ അകത്തോ, അത് അകത്താണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കാണിച്ചിരുന്നു. ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, ക്യാമറയ്ക്കും പിന്നെ ഐഫോണിൽ റെക്കോർഡും ഒന്നും ആക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ ഇവൻ്റെ മൊബൈലാണ് ആക്കണേ, ഇവൻ്റെ മൊബൈലിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ട് വേണം ഓഡിയോ CapCut എഡിറ്റ് ചെയ്യണം. CapCut ഓഡിയോ എഡിറ്റ് ചെയ്യൂല, നേരെ കൊണ്ടുപോയി CapCutലിടും. പിന്നെ ആവശ്യമുള്ള കട്ടാക്കും, പിന്നെ അങ്ങനെ കട്ടാക്കി ഇങ്ങനെ ഇടും, രണ്ടും കട്ടാക്കും. എടുത്ത വീഡിയോൻ്റെ ക്ലിപ്പും കട്ടാക്കും, പിന്നെ ഓഡിയോൻ്റെ ക്ലിപ്പും പകുതി കട്ടാക്കിയിട്ട് ആവശ്യമുള്ള മാത്രമേ വെക്കുള്ളൂ. അയ്യോ, ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് കടക്കാൻ വന്നപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, വ്ളോഗ് കാണണ്ടേ, നിങ്ങൾ എന്താ കാണാതെ വ്ളോഗ് വളരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടൂടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വ്ളോഗ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 12 മണി കഴിഞ്ഞാലേ വരുള്ളൂ. ഇപ്പോൾ 11, ഇപ്പോൾ എത്ര മണി? ലൈറ്റൊക്കെ നോക്കിക്കൊണ്ട് ക്ലിയർ ആയിട്ട് അറിയണില്ല. 11:03 ആയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ 12 മണി ആയാലും എഡിറ്റ് ചെയ്യണം. 12 മണി ആയാലും എഡിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ 12 മണിക്ക് നെറ്റ് വരുള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്യണം, VPN കണക്ട് ചെയ്തിട്ട് വേണം. CapCut എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറേ ഫിൽറ്റേഴ്സ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, പിന്നെ ഓരോ എഫക്ട്സ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, പിന്നെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ചെയ്യാറിയാണ്. അപ്പോൾ CapCutലാണ് ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ CapCutലാണ് എഡിറ്റൊക്കെ ചെയ്തത്. ഇവന് ഞാൻ ഡൗൺലോഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ മൊബൈലിൽ തന്നെ CapCut ഡൗൺലോഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അവന് ഇതിൽ പഠിച്ച് വരുന്നുണ്ട്. ഞാൻ അറിയാത്തതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഓരോന്ന് ചെക്കൻ പഠിച്ച് വരുന്നുണ്ട് അല്ലേ. അതെ, ഏകദേശമൊക്കെ അറിയാം. ഏകദേശമൊക്കെ അറിയാം. ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോസ് ഇടണമെന്നുണ്ട്. നെവർ ഗീവ് അപ്പ് നമ്മളെ എവിടെ വേണമെങ്കിൽ എത്തിക്കുകയായിരിക്കും, എവിടെ വരെ എത്തിക്കുകയായിരിക്കുമല്ല, എത്തും. പിന്നെ അത് മാത്രമല്ല, പോയ M1ൻ്റെ മൈക്ക് ഒറിജിനൽ വരുന്നുണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായത് ഇന്നലെ ഇങ്ങനെയായിട്ട് ഞാൻ വീഡിയോ കണ്ടു, അതിലാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ എന്തോ മറ്റേ ഇത് ചൈനീസ് മെയ്ഡ് ഇൻ ചൈനയാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇന്നലെ കണ്ടോ, അവിടെ ചൈന ഏതോ ഭാഷയിൽ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടാവും, എന്തോ അറിയില്ല. ഈ ഭാഗത്തടി ഈ സ്റ്റിക്കറിൻ്റെ തൊട്ട് മേലായിട്ട് ഇതിൻ്റെ വയറിൽ ബോയ എന്നുള്ള ഒരു എന്താ സ്ട്രാപ്പ് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ വയറ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ വെക്കാൻ വേണ്ടിയിട്ട് അതവിടെ ഉണ്ട്. പിന്നെ ഇതിലാണ് നമ്മളെല്ലാ സാധനം വെക്കണം. ഇത് ക്യാമറയ്ക്ക് ഇങ്ങനെ ആക്കിയാൽ അങ്ങനെ ആവും തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. ഇവിടുന്ന് മൈൻഡപ്പ് ചെയ്യാമല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എന്താ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ പറയാനായിട്ടില്ല. ഇവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളെല്ലാം
മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അവനെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ടിങ് ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെയും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം. ബൈ.